യാത്ര ചെയ്തിട്ട് ലൂക്കോസ് ഉൾപ്പെടെയുള്ളവരും നമ്മുടെ യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുന്നു പറഞ്ഞപ്പോൾ അവരെ ഉറപ്പിച്ച പൗലോസ് മെരിത്താദ്വീപിലെ അണലിയൊടിച്ചപ്പോൾ ഒന്നും ഭയപ്പെട്ട് കുടഞ്ഞുണങ്ങ പൗലോസ് തീർന്നില്ല. കല്ലേറുകൊണ്ട് ചത്തെന്ന് പറഞ്ഞിട്ടിട്ട് പോയിട്ടും അവിടെ കർത്താവ് എഴുന്നേൽപ്പിച്ചപ്പോൾ ധീരമായി മുൻപോട്ട് ഗമിച്ച പൗലോസ് അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് ദുഃഖങ്ങളും പ്രയാസമായിട്ടും തന്റെ ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടാത്ത ശ്രേഷ്ഠനായ മനുഷ്യൻ തന്റെ നിര്യാണകാലം അടുത്തെന്നറിഞ്ഞിട്ടും മരണവേദന ദൈവമെന്ന് ചോദിച്ചുകൊണ്ട് മരണത്തിനു മുമ്പിൽ വിറങ്ങലിക്കാത്ത ശരീരവുമായി നിന്ന മനുഷ്യൻ ഒരു പ്രാവശ്യം പ്രകടിച്ചു. ആ വേദഭാഗം എല്ലാവരും എന്നെടുത്ത് വായിച്ചാൽ നല്ലതായിരിക്കും. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2ഉം 3ഉം വേദഭാഗം വായിച്ചു. എല്ലാവരും എടുത്ത് എല്ലാവരുടെ ഭാഗം എടുത്ത് വായിച്ചാ ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അടുത്തത്, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വശനായി പോകുമോ ഞാൻ ഭയപ്പെടുന്നു. കൊരിന്ത്യയിലെ വിശ്വാസികളെ നോക്കി പൗലോസ്ലിയ ഭയപ്പെടുക. അറിയുമെന്ന സർപ്പം ഹവ്വയെ എങ്ങനെ ചതിച്ചു? ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർഭയം വിട്ട് വശമായി പോകുമോ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു. എന്താ ഏതെങ്കിലും സംഭവിച്ചത്? ഏതെങ്കിലും ഒറ്റവാക്യത്തിൽ കേട്ടു. നശ്വരമായിലേക്ക് ആയുടെ ചിന്തയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നശിക്കാത്തതിൽ നിന്നും നശിക്കുന്നതിന് വേണ്ടി അവിടെ ചെയ്യൂ. ഇതാണ് ഭയത്താലുള്ള ചതി എന്ന് പറഞ്ഞാൽ നിലനിന്നതിൽ നിന്നും താൽക്കാലികമായതിലേക്ക് അവിടെ മനസ്സിനെ ആര് കൊണ്ടുവന്നു? സാത്താൻ കൊണ്ടുവന്നു. ഇതാണ് പൗലോസ് പറഞ്ഞത്. ഉപായത്താൽ ചതിച്ചതുപോലെ, പ്രിയമുള്ളവരെ, ഉപായത്താൽ ചതിച്ചതുപോലെ, ഉപായത്താൽ ചതിച്ചത് നിങ്ങളുടെ എന്റെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വശമായി പോകുമോ ഞാൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നടന്നു പോകുന്നത് ഈ ആയുസ്സിൽ മാത്രം നീ ക്രിസ്തുവിൽ ആചരിച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിൽ വെച്ചാരാണ്? അരിഷ്ടന്മാരാ നമ്മൾ. വളരെ മനസ്സിലാക്കി ചിന്തിച്ചോണം പ്രിയമുള്ളവരെ. നിത്യമായതും നിലനിൽക്കുന്നതുമായ സൗഭാഗ്യത്തിൽ ഈ ഭൂമിയിലെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, ഈ ഭൂമിയിലെ താൽക്കാലിക ഉയർച്ചയ്ക്ക് വേണ്ടി, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ പണത്തിന് വേണ്ടി, ഇവിടുത്തെ നിലനിൽപ്പിന് വേണ്ടി എന്റെയും നിന്നെയും ഉപായത്താൽ ചതിച്ച് അവന്റെ പക്ഷത്താക്കുവാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. അത് ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഈ നാട്ടിൽ നല്ല വീട് ദൈവം നിനക്ക് തന്നാൽ അതിൻ്റെ അകത്ത് നീ എത്ര നാള് താമസിക്കും? ഈ നാട്ടിൽ ഏറ്റവും നല്ല കാർ നിനക്ക് തന്നാൽ നീ എത്ര നാൾ ഓടിക്കും? ഇവിടെയുള്ള തുണികളെല്ലാം കൂടെ നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ നീ എത്ര നാളൊക്കെ അത് ഉപയോഗിക്കും? പ്രിയമുള്ളവരെ ഓർക്കണമേ, വളരെ വ്യക്തമായ പരിശുദ്ധമാണെന്ന് പറയട്ടെ. അവിടുത്തെ ചിന്തകൾക്കപ്പുറമായി ഈ ജീവിതം ദൈവം നിനക്ക് തന്നിരിക്കുന്നത് ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനാണ്. അതാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങളുടെ നിയമം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും.
നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ഈ ഭൂമിയിലാണ് നിക്ഷേപമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ ഹൃദയം ഇരിക്കും. ഒരിക്കൽ എന്റെ സ്വന്തം അനുഭവത്തിൽ എന്റെ റിലേറ്റീവ്, അടുത്ത ബന്ധം ഒരുപാട് നടന്നു. 58-ാമത്തെ വയസ്സിൽ അവിടെ അമ്മ ലോകത്തെ പെൺകുഞ്ഞുങ്ങളാ. പ്രഭാതത്തിൽ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഈ ലോകത്തിലെ തന്റെ ജീവിതം മതിയാക്കി എന്റെ പ്രിയനെതിരെ പോകാൻ പ്രിയ എന്റെ അഞ്ചു പോയി. ഇളയ മകള് താമസിച്ച് നിലന്നു. ഇന്നവർക്കൊക്കെ മമ്മിയുണ്ട്, എനിക്കിനി മമ്മിയില്ല. ഞാനൊന്നും കണ്ടിട്ടില്ല കുഞ്ഞിന്റെ. എന്റെ വീട്ടിൽ എനിക്ക് ആരുണ്ട്, എന്റെ പപ്പയ്ക്ക് ആരുണ്ട്, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ അടുത്ത രാത്രി എന്ന് പറഞ്ഞ് മോളെ ക്രിസ്തുവിൽ നീ വ്യത്യാസ വെക്കണം. എടുത്ത വായിൽ അമ്മ ചോദിച്ചു, എന്താ ക്രിസ്തു, എന്താ പ്രത്യാശ? ഇത് ഇടയ്ക്കൊന്നും നിങ്ങൾ കണ്ടോ? അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ അവിടെ ആശയും അവിടെ പ്രത്യാശയും അവിടെ മമ്മിയായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ അല്പം സൈഡിലോട്ടൊന്ന് മാറിക്കൊടുക്കും. ഞാൻ പറയും, എന്നെ സ്നേഹിക്കരുത്. എന്നെ സ്നേഹിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. നിലനിൽ ഒരുവരുണ്ട്, അവനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്നേഹം ഞാൻ മുഴുവനായിട്ട് ഏറ്റെടുക്കുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ എന്നാ ക്രിസ്തു, എന്നാ പ്രത്യാശ. പ്രിയ മാതാപിതാക്കളെ, നിന്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹം നീ ഏറ്റെടുത്തോണം. പക്ഷെ ഒരു കാര്യം പറഞ്ഞോണം, കുഞ്ഞെ ഇന്നലെ നാളെ ഞാനിത് എന്ത് ചെയ്യും, അത്ര പറയും. എന്റെ കണ്ണടയും നിലനിൽക്കുന്നുണ്ട്. അവരെ ഒന്ന് നീ സൈഡിലോട്ടൊന്ന് മാറ്റിക്കൊടുത്തിട്ട് ആ സ്നേഹം ഡയറക്റ്റ് അങ്ങോട്ടൊന്ന് കൊടുത്തോണം. അല്ലെ ദുഃഖിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത വേദനയായി മാറും. യാതൊരുമില്ല. അതല്ലെങ്കിൽ നിന്റെ തലമുറയോട് നീ ചെയ്ത് ഏറ്റവും വലിയ അധികാരി മാറുന്നത്. ഓർക്കണം, ചിന്തിച്ചു നോക്ക്. അനേക ഭവനങ്ങളിൽ സംഭവിക്കുന്ന സമയത്തും ഈ ആയുസിൽ നമുക്ക് 2 ഡ്യൂട്ടിയുണ്ട്. എന്റെ മോള് ഇടയ്ക്കാർക്ക് സുഹൃത്തുവാരം വലിയ മനസ്സിൽ യാത്രാവ് ഇത് പൊടിയാണല്ലോ എന്ന് ഓർക്കുന്നുണ്ട്. ഇവളും പൊടിയായി തീർന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ ചിന്തിക്കും. ഇവളും ഇടയ്ക്കാർക്ക് തൂത്തുവാരി ആ തൂത്ത് ഒരു പേപ്പറിനകത്ത് എല്ലാം കൂടെ കോരിയിട്ട് അങ്ങോട്ട് കളയുമ്പോൾ ഞാൻ ഓർത്ത് ഇവളും ഒരു ദിവസം പൊടിയായി പോകുമല്ലോ. എന്റെ പ്രിയ വാത്സല്യങ്ങളെ, ഇന്ന് രാത്രി ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ ലോകത്തിലെ ബന്ധങ്ങളും ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളും എല്ലാം ഇളക്കം തട്ടുമ്പോൾ ഈ ആയുസ്സിൽ മാത്രം, ഈ ആയുസ്സിലെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം എന്റെ യേശുവിന്റെ പിന്നാലെ വരാതെ ഒരു നിത്യത കണ്ടുകൊണ്ട് ഇന്നു രാത്രിക്കാലം തീരുമാനമെടുക്കുന്ന കാലമായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇന്നലെ ഓർപ്പിക്കുക. ഇവിടെ ആർക്കും എന്നും ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആർക്കും എന്നും ആരെ ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല. ഇവിടെ ആർക്കും എന്നും നിലനിൽക്കാൻ പറ്റത്തില്ല. നിലനിൽക്കാൻ കഴിയാത്ത, ശാമല്ലാത്ത, അല്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരു ഭൂമിയിൽ താമസിക്കും. തകരാത്തൊരു നിത്യരാജ്യത്തിന് വേണ്ടി ഇന്ന് രാത്രി തീരുമാനമെടുത്തിട്ട് മാത്രമേ ഇവിടുന്ന് പോകാവുള്ളൂ. ഞാൻ നിങ്ങളെ മുമ്പേ ഓർപ്പിച്ച കാര്യങ്ങൾ മറന്നുപോകരുത്. അനിലംബാനിക്കാരനായ യേശുവിനെ അറിഞ്ഞിട്ടല്ല, 3-ാം ക്ലാസ് വരെ പഠിച്ചെത്തുവാനെന്ന് മുഖ്യമന്ത്രിയാണ് യേശുവിനെ അറിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമിയിൽ നേട്ടത്തിന് ആരും ഇവിടെ വരണ്ട, രോഗസൗഖ്യത്തിന് വേണ്ടി ആരും ഇവിടെ വരണ്ട, പണത്തിന് വേണ്ടി ഇവിടെ ആരും വരണ്ട. പക്ഷേ ഈ ജീവിതത്തിനപ്പുറം ഒരു നിത്യജീവൻ വേണമെങ്കിൽ യേശുവിന്റെ അടുത്താണെങ്കിൽ ഒക്കത്തുള്ളൂ. സ്തോത്രം. ഈ ജീവിതത്തിനപ്പുറം ഈ വയസ്സോ 50 വയസ്സോ 30 വയസ്സോ 40 വയസ്സോ എനിവേ വിട്ടിരിക്കുന്ന കണക്കിനനുസരിച്ച് ഇവിടുന്ന് യാത്ര പോയി കഴിഞ്ഞ ഒരു നിത്യഭവനം നിലയ്ക്ക് വേണമെങ്കിൽ യേശുവിന്റെ അടുത്ത് വരാതെ ആരടുത്ത് പോയി കിട്ടത്തില്ല. അത് സഭയുടെ പഠിപ്പിലല്ല, തിരുവചന സത്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇന്ന് രാത്രി ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും
വേർപാടിലും അപ്പോസ്തോലിക ഉപദേശത്തിൽ ആരാധിക്കാത്ത ആർക്കും നിത്യരാജ്യത്തിന്റെ പണി പോലും കാണില്ല. ഇതിലൂടെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ട്രെയിനിൽ നിന്ന് ഉറക്കം വരത്തില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇന്നു രാത്രിയിൽ അവസാനത്തെ തടസ്സത്തോട് യാത്ര പറഞ്ഞ് ഒരു വീട്ടിൽ എന്റെ ഭർത്താവ് മരിച്ചുപോയി. രോഗമെടുക്കുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു, എന്റെ അച്ഛനെ വിട്ടുതരത്തിൽ എന്ന് പറഞ്ഞ് ബോഡിയുടെ പുറത്തോട്ടം കിടന്നു. ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ആര് ശ്രമിച്ചിട്ടും അവര് കൈവിടുന്നില്ല. അത് ഉപദേശിച്ചു, ശരി ഇവിടെ ഇരുന്നോട്ട് ഞങ്ങള് ബിസിനസിന് വെളിയിലോട്ട് ഇറങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആന്റി വന്ന് പറഞ്ഞു, പാസ്റ്റേ അന്നേരത്തെ ഇതുകൊണ്ട് ഞാൻ കൊണ്ടുപോക്കൂ, കാരണം ഇത് ഉപ്പിലിടാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. 24 മണിക്കൂർ കഴിഞ്ഞാൽ സാരിസ്തുപ്പ് കൊണ്ട് മൂക്ക് പൊത്തിട്ട് പറയും, എന്റെ മുന്ന് പാസ്റ്റേ എങ്ങനെയും ഇവിടെ നിന്ന് കൊണ്ടുപോയാമെന്ന് പറയും. ഇന്ന് രാത്രിയിൽ നിങ്ങൾ എന്നെ വിളിക്കുന്നൊരു പേരുണ്ട്, പാസ്റ്റർ. ഈ സമയം ഞാൻ വീട്ടിൽ മരിച്ചു വീണാൽ അടുത്ത നിങ്ങൾ ചോദിക്കും, ശവം എപ്പോഴാണ് കൊണ്ടുപോകുന്നത്? എന്റെ അപ്പനും അമ്മയുടെ പേര് ഒരു സെക്കൻഡ് ഒരു ശവമായി മാറും. രാത്രി ഓമനപ്പേരും സാറേന്നും പാനൊക്കെ വിളിക്കുന്ന പേര് ഒരു നിമിഷം പിന്നെ എന്നാ ചോദിക്കുന്നത്, ശവം എപ്പോഴാ എടുക്കുന്നത്? ശവം എപ്പോഴാ? എന്നിട്ട് നോക്കിക്കേ, ലോകം പേര് മാറ്റി വിളിക്കുന്നതിന് മുമ്പ് ഇന്നു രാത്രിയിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കണം. അതിനുവേണ്ടി ഇന്നു രാത്രി തീരുമാനമെടുത്തിട്ട് മാത്രമേ എന്റെ വെളിയിൽ നീ പോകാമുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഇന്നു രാത്രി ഞാൻ ജയമെടുക്കുക.